ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാലൻറ്റൈൻസ് ഡേ ആണ്. അതായത് സ്നേഹിക്കുന്നവർക്കും സ്നേഹിക്കാൻ പോകുന്നവർക്കും അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞിട്ട് സ്നേഹിക്കുന്നവർക്കും ഒക്കെ എൻ്റെ ഒത്തിരി ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാലൻറ്റൈൻസ് ഡേയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കപ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവരാണെങ്കിലും പാർട്ട്നേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത്. മോട്ടിവേഷണൽ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. 2 തോട്ട്സാണ്, 2 കുഞ്ഞു തോട്ട്സുമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ സർപ്രൈസുകൾ, അതായത് നമുക്കിപ്പോൾ വാലൻറ്റൈൻസ് ഡേക്ക് കൊടുക്കാനും കിട്ടാനും ഒക്കെ പോവുകയാണ്. ബോയ് ആയാലും ഗേൾ ആയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഒത്തിരി പേർക്ക് കിട്ടുന്നതായിരിക്കും വാലൻറ്റൈൻസ് ഡേക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കുമ്പോൾ, അതിപ്പോൾ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും, നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് തന്നെ, അതായത് സർപ്രൈസായിട്ട് നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രമാണ് നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ. അതിപ്പോൾ സ്നേഹിക്കുന്നവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിലുള്ള ആരെങ്കിലും ആണെങ്കിലും നമ്മൾ ആർക്കാണെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നത് നമുക്ക് അത്രയും സ്പെഷ്യലും അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ അവർക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ? ഓഫ് കോഴ്സ് അവരുടെ സന്തോഷം, ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. അതായത് സർപ്രൈസ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ഞെട്ടലും കാര്യങ്ങളും അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അവരുടെ ഒരു പ്രത്യേക സന്തോഷവും അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ. അതാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാൾ അപ്പുറത്തുള്ള ആളിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് നമ്മുടെ ആവശ്യവും അതാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോൾ, അതിപ്പോൾ ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഗിഫ്റ്റ് നമ്മൾ തരുമ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ഗിഫ്റ്റിന്, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുറഞ്ഞ പൈസയ്ക്കുള്ളതാണെങ്കിലും കൂടിയ പൈസയ്ക്കുള്ളതാണെങ്കിലും ഗിഫ്റ്റിന് അങ്ങനെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്പെഷ്യലാണ്, അത്രയ്ക്കും വാല്യൂബിളാണ്. ആ തരുന്ന ആൾക്കും നമുക്ക് വാങ്ങിക്കുന്ന ആ ഒരു ഗിഫ്റ്റിനും ഒക്കെ നമ്മളൊരു വാല്യൂ കൊടുക്കണം അല്ലേ. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റണം, മനസ്സിലായില്ലേ. നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ നമ്മൾ ചിലർക്ക് ചിലർ തെറ്റ് പറയാൻ പറ്റില്ല. അവർക്ക് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ലായിരിക്കും സ്നേഹം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ ചെയ്യാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു സന്തോഷവും നമ്മുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കുറച്ചൊക്കെ ഒന്ന് ഞെട്ടാം അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സന്തോഷവും ആ ഒരു ഫീലിങ്സൊക്കെ അവർക്ക് അതിലൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ഫീലിങ്സും ഇല്ലാതെ ഒരു ഗിഫ്റ്റ് വാങ്ങി നമ്മളത് കയ്യിൽ വെച്ചു, പ്രത്യേകിച്ച് ഫേസിലും ബോഡി ലാംഗ്വേജിലൊന്നും ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും പ്രത്യേകിച്ച് ഒരു ഫീലിങ്സും ഞെട്ടലും ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ഗിഫ്റ്റ് കൊടുത്തതിനൊരു, സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ആ ഗിഫ്റ്റിനൊരു വാല്യൂ ഇല്ലാതായി പോകുന്നത് പോലെയെങ്കിലും ചിലർക്ക് തോന്നാം. കാര്യം അവർ പ്രതീക്ഷിക്കുന്ന കാര്യം തിരിച്ച് കിട്ടാതെയാകുമ്പോൾ ആ ഒരു ഗിഫ്റ്റിന് ചിലപ്പോൾ നമ്മൾക്ക് തരുന്ന ആ ഒരു ഗിഫ്റ്റിനൊരു വാല്യൂ കൊടുക്കുക പെട്ടെന്നില്ലാതെ, ചിലപ്പോൾ കൊടുക്കണ്ടായിരുന്നു എന്നല്ല, ചിലപ്പോൾ നമുക്കതൊരു വിഷമമാവാം. നമുക്ക് കൊടുക്കുമ്പോൾ ഒരു വിഷമം തോന്നിയേക്കാം അങ്ങനെ എക്സ്പ്രസ് ചെയ്തില്ല എങ്കിൽ. അപ്പോൾ നിങ്ങൾ ആ തരുന്ന ഗിഫ്റ്റിനൊരു വാല്യൂ, ആൾക്കൊരു വാല്യൂ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒരു ഫീലിങ്സൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുക. അപ്പോഴായിരിക്കും ആ കൊടുക്കുന്ന ആൾക്കും ആ ഒരു സ്നേഹവും കൊടുത്ത ഗിഫ്റ്റിനൊരു സ്നേഹവും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതാണ് എനിക്ക് ഈ വാലൻറ്റൈൻസ് ഡേയിൽ പറയാനുള്ള ഫസ്റ്റത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കാമുകനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ കാമുകിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ നോക്കിയിട്ട് നിങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ് നിങ്ങൾ എന്ന് നിങ്ങളൊന്ന് ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ പറയണം. പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്നേഹം, പറഞ്ഞാലേ അങ്ങനെ സ്നേഹം ഉണ്ടാവുള്ളൂ എന്നല്ല പറയുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേക സ്നേഹം, അവർക്കും ഒരു സന്തോഷം ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഹസ്ബൻഡിനോട് വൈഫിനാണെങ്കിലും വൈഫിൻ്റെ അടുത്ത് ഹസ്ബൻഡാണെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീ കാണാൻ എത്ര നല്ല ഭംഗിയാണ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്ന്. നിങ്ങൾ വഴിയിൽ പോകുമ്പോൾ ഇവരെയും അവർ കൊള്ളാം ഇവർ കൊള്ളാം, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ ആ ചെക്കൻ കൊള്ളാം, അല്ലെങ്കിൽ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് കൊള്ളാം കാണാൻ എന്ന് വേറെ ഒരാളിനെ നോക്കി പറയുന്നതിനേക്കാളും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം പറഞ്ഞു നോക്കുക, നിങ്ങൾ കാണാൻ എന്ത് നല്ല ഭംഗിയാണ്, എന്ത് ബ്യൂട്ടിഫുള്ളാണ്, നിനക്ക് എന്തൊരു ഭംഗിയാണെന്ന് വല്ലപ്പോഴുമെങ്കിലും അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക.
നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ അവർക്കൊരു പ്രത്യേക സന്തോഷം കൊടുക്കാനൊക്കെ അത് ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് സൗന്ദര്യം ഉള്ളവരോ ഇല്ലാത്തവരോ ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറാണത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡാണ്, നിങ്ങളുടെ വൈഫാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകനോ കാമുകിയോ ആണ്. അവരെ ഇത്തിരി വല്ലപ്പോഴും ഒക്കെ സന്തോഷിപ്പിക്കാം. അപ്പോൾ അവർക്കും അതൊരു ഭയങ്കര സന്തോഷമാവും. നീ കാണാൻ എന്ത് ബ്യൂട്ടിഫുള്ളാണ് എന്ന് പറയുമ്പോൾ വേറൊരാളിനെ നോക്കിയിട്ട് അങ്ങനെ പറയാതെ നിങ്ങൾ പരസ്പരം അങ്ങനെ പറയുവാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒന്ന് നിങ്ങൾ വല്ലപ്പോഴും ചെയ്തു നോക്കുക. അപ്പോൾ ഈ ഒരു 2 കുഞ്ഞു തോട്ടാണ് ഈ വാലന്റൈൻസ് ഡേയുടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് കൊടുത്തും ഗിഫ്റ്റ് കൊടുക്കാതെയും ഒക്കെ അടിച്ചു പൊളിക്കുക. സന്തോഷമായിട്ട് സ്നേഹമായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഞങ്ങളും ലവ് മാരേജ് ചെയ്തതാണ്. അതായത് മാരേജിന് മുന്നേ പ്രണയിക്കുന്നത് പോലെ തന്നെ വിവാഹശേഷവും നിങ്ങൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് നന്നായിട്ട് പ്രണയിച്ച് ജീവിക്കുക. അപ്പോൾ അതിന് മുന്നേയും ഇപ്പോഴും ഒക്കെ സ്നേഹിച്ച് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.